എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 25 ഇന്ന് ആരംഭിക്കണം. ഈ 25ാമത്തെ അധ്യായത്തില് ഗോപന്മാരെ നശിപ്പിക്കാനായിട്ട് ഇന്ദ്രൻ പുറപ്പെട്ട കഥ. ഇന്ദ്രൻ ദേഷ്യം വന്നിട്ട് എനിക്കുള്ള യാഗം മുടക്കിയിട്ട് അഗോവർത്തനത്തിന് യാഗം എന്നാ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതിഭയങ്കര മേഘങ്ങളെ, പ്രളയകാലത്തിൽ പെയ്യിക്കുന്ന ആ പ്രത്യേക തരം മേഘങ്ങളാ മഴ പെയ്യിക്കണത്. ആ മേഘങ്ങളെയൊക്കെ അങ്ങോട്ട് വിളിച്ച് ആ ഗോകുലം മുഴുവൻ നശിപ്പിക്കാൻ പറഞ്ഞു. അത്ര ഗംഭീരമായിട്ട് മഴ പെയ്യണം, മുഴുവൻ നശിച്ചു പോണം എല്ലാവരും. ഞാനേ എന്നോടാണ് കളി എന്നുള്ള മട്ടില് ആ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഈ ഗോപന്മാര് ഇങ്ങനത്തെ അഹങ്കാരം ചെയ്തത്. അത് ശരി, ശ്രീകൃഷ്ണനാണ് ഗോപന്മാരുടെ നാഥൻ എന്ന് മനസ്സിലാക്കാനുള്ള, അത് ഭഗവാനാണെന്ന് ഭഗവാന്റെ മാഹാത്മ്യം ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല ഇന്ദ്രൻ. മനസ്സിലാക്കാതെ ചെയ്തു. അതിന്റെ ഫലം ഇന്ദ്രൻ അനുഭവിക്കുകയും ചെയ്തു. ആ ദേവേന്ദ്രന്റെ ഉപദ്രവം ഗോപന്മാർക്ക് ബാധിക്കാതിരിക്കത്തക്കവണ്ണം ഭഗവാൻ ഗോകുലത്തെ രക്ഷിച്ചു. അത് പ്രത്യേകിച്ച് പറയണല്ലോ, അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ പഞ്ചവിംശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഇന്ദ്രസ്തദാത്മനഃ പൂജാം വിജ്ഞായ വിഗതാം നൃപ ഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യഃ ചുകോപസ. ശിശുബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജൻ, രജോ ഗുണപ്രധാനിയായിരിക്കുന്ന ദേവേന്ദ്രന്റെ യാഗം ഗോപന്മാരും മുടക്കിയത് അറിഞ്ഞപ്പോ ആ നന്ദാദി ഗോപന്മാരുടെ നേരെ ഇന്ദ്രൻ കോപിച്ചു. അത് അനുചിതമായി അല്ലെ? അത് ഒട്ടും ശരിയായില്ല. ഇന്ദ്രനെ മനസ്സിലായി. എന്തുകൊണ്ടെന്നാ ശ്രീകൃഷ്ണൻ ഗോപന്മാരുടെ നാഥനായിരിക്കുന്നുണ്ട് എന്നുള്ള വിചാരം ഇന്ദ്രനുണ്ടായില്ല. ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ അഹങ്കരിച്ച് ശത്രുക്കളുടെ നേരെ ചാടി ചെല്ലണത്, പിൻബലം നോക്കാതെ ആരാണ് പിന്നിലുള്ളത് എന്ന് നോക്കാതെ അഹങ്കരിച്ച് ശത്രുക്കളുടെ നേരെ ചാടി ചെല്ലണത് രജോ ഗുണപ്രധാനികളുടെ സ്വഭാവമാണ്. അതാണ് അതിന്റെ സാരം. മുൻപിൻപും നോക്കാതെ ആണ് എടുത്തു ചാടുക. ഗണം സാമ്പർത്തകം നാമ മേഘാനാം ചാന്തകാരിണാം ഇന്ദ്രപ്രാചോദയൽ ക്രുദ്ധോ വാക്യം ചാഹേശമാന്യുത
ഇന്ദ്രൻ കോപിച്ച് എല്ലാറ്റിന്റെയും നാശത്തെ വരുത്തുന്ന ആ പ്രളയകാലത്തെ ഉണ്ടാക്കി തീർക്കുന്ന മേഘസമൂഹത്തെ അയച്ചു. എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചു, അതിഭയങ്കര മേഘങ്ങളെ. എന്നിട്ടോ പറയണ്, ശ്രീകൃഷ്ണൻ അവരെ രക്ഷിക്കാനുണ്ടെന്നൊന്നും ധരിക്കാത്തത് കൊണ്ടാ അല്ലെ ഇന്ദ്രന് അങ്ങനെ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചപ്പോ ഒക്കെ മറന്നുപോയി. ഞാൻ തന്നെ, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ശക്തനായ ഈശ്വരൻ ഞാനാണ് എന്നുള്ള അഭിമാനം നിമിത്തം, അഹങ്കാരം നിമിത്തം വിവേകശക്തിയൊക്കെ നശിച്ചു. അവിവേകികൾക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്ത അതിന്റെ ഫലം ഇന്ദ്രൻ അനുഭവിക്കുകയും ചെയ്തു. എന്തൊക്കെയാ പറയണ ഇന്ദ്രൻ എന്നറിയോ? 5 ശ്ലോകമാണ് ആ ഇന്ദ്രൻ പ്രളയകാല മേഘത്തോട് ചെന്ന് പറയണത്. 5 ശ്ലോകം കൊണ്ട് വിവരിക്കണു ഇവിടെ. അഹോ ശ്രീമദ് മാഹാത്മ്യം ഗോപാനാം കാനനൗകസാം കൃഷ്ണം മർത്യമുപാശ്രിത്യ യേ ചക്രു ദേവഹേളനം. അഹങ്കാരം കൊണ്ട് എന്തൊക്കെയാ പറയണേന്നൊന്നും ഒരു വിവേകമില്ലാത്ത എടുത്തിങ്ങനെ പറയാ. ഇരിക്കാനേ നല്ല ഭവനങ്ങൾ കൂടി ഇല്ലാതെ കാട്ടിൽ വസിച്ച് കാലം കഴിക്കുന്ന മാട്ടിടയന്മാരുടെ ഐശ്വര്യം അതും കണ്ടോ. എന്താ ഏതെങ്കിലും രാജാവോ ഗ്രാമാധിപതിയോ മറ്റോ ഈ വിധം കാട്ടിയ അത് കൊള്ളാം, അത് സഹിക്കാം. ഇത് ഇരിക്കാനും കൂടി ഇല്ലാത്തവരുടെ ഇവരുടെ ഈ ദുരഹങ്കാരം, മര്യാദയ്ക്ക് ഇരിക്കാൻ ഒരു നല്ല വീടും കൂടി ഇല്ല. അഹങ്കാരം മഹാ കഷ്ടം തന്നെ. മരണമൊക്കെ മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യനായ കൃഷ്ണനും മരിക്കും. കൃഷ്ണൻ മനുഷ്യനല്ലേ. മരണമില്ലാത്തവരാ ദേവന്മാര്, അവരുടെ അധിപതിയാണ് ഞാൻ. മനുഷ്യനായ കൃഷ്ണനെ ആശ്രയമായിട്ട് ആ കൃഷ്ണൻ ഞങ്ങൾക്ക് ആശ്രയമായിട്ടുണ്ടെന്നുള്ള ദുരഹങ്കാരം കൊണ്ട് ദേവനാഥനായിരിക്കുന്ന എന്നെ അവര് അപമാനിച്ചു. യഥാ ദൃഢൈ കർമ്മമയൈ ക്രതുഭിർനാമനൗനിഭൈഃ വിദ്യാമാന്വീക്ഷികിം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. ഈ ഗോപന്മാരുടെ പ്രവൃത്തി ഉണ്ടല്ലോ, ഉദ്ദേശിച്ച ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല വിപരീത ഫലം ജനിപ്പിക്കുകയും ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം എന്നുള്ള മട്ടിലാണ് ഇന്ദ്രന്റെ സംസാരം. സംസാര സമുദ്രത്തെ കടക്കാൻ ഉപകരിക്കുന്ന മഹാനൗക ആത്മാനുസന്ധാന രൂപമായ ബ്രഹ്മവിദ്യയാണ്. അതിനെ ഉപേക്ഷിച്ച് ചിലര് യാഗങ്ങൾ കൊണ്ട് സംസാര ദുഃഖ നിവൃത്തി പ്രാപിച്ച് പരമാനന്ദം അനുഭവിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും ഈ സംസാരത്തില് ജനന മരണങ്ങളെ പ്രാപിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ യാഗാദി കർമ്മങ്ങൾക്ക് സംസാര സമുദ്രം കടത്തിവിടാൻ തക്ക ഉറപ്പൊന്നുമില്ല. അവ നശ്വര ഫലങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. അതെന്തുകൊണ്ടെന്നാൽ അവ കർമ്മം കൊണ്ട് സാധിക്കാവുന്നതാണ്. അകൃത്രിമമായിരിക്കുന്ന ആത്മാനന്ദം കൊടുക്കാൻ കൃത്രിമങ്ങളായ കർമ്മങ്ങൾക്ക് കഴിയില്ല, ശക്തിയില്ല. അതിനാൽ കർമ്മങ്ങൾ നാമമാത്ര സിദ്ധങ്ങളായിരിക്കുന്ന തോണികൾക്ക് തുല്യങ്ങളാണ്. സമുദ്രം കടക്കാൻ ഇച്ഛിക്കുന്ന ആള് ഉറപ്പേറിയ തോണി ഉപേക്ഷിച്ച് മറ്റേതോ ഒരു സാധനത്തിന് തോണി എന്ന പേരും കൽപ്പിച്ച് അതിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ അക്കരെ എത്തുവോ? ഇല്ല എന്ന് മാത്രല്ല, നടുവിലെ വെള്ളത്തിൽ മുങ്ങി ചത്തു പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇന്ദ്രൻ പറയുന്നത്. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രു അപ്രിയം. അർത്ഥമില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നവനും ബാലനു തുല്യനും വണക്കവും അടക്കവും ഇല്ലാത്തവനും അറിവില്ലാത്തവനും അറിവുള്ളവൻ എന്ന് നടിക്കുന്നവനും മരണത്തിന് അധീനനുമായ ആ കൃഷ്ണൻ ബലമായ രക്ഷയാണെന്ന് കരുതിയിരിക്കുന്ന ഗോപന്മാരുണ്ടല്ലോ, എന്റെ അപ്രയത്തിന് കാരണമായ കർമ്മം ചെയ്തു. കൃഷ്ണനെ പറ്റി പറയാ, അർത്ഥമില്ലാത്ത എന്താ അഹങ്കാരം അല്ലെ ഇന്ദ്രന്റെ. ഇന്ദ്രൻ ശ്രീകൃഷ്ണ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് കാണിച്ച ആ വിശേഷണങ്ങള് നിന്ദയായിട്ടാണ് പറഞ്ഞതെങ്കിലും ആ വക വിശേഷങ്ങളൊക്കെ ഭഗവാന്റെ മാഹാത്മ്യത്തെ കാണിക്കാൻ തക്കണതാണ്. ശരിക്കും പറഞ്ഞത് മുഴുവൻ അല്ലെ നിന്ദയാണ് പറഞ്ഞതെങ്കിലും ശരിക്കും അത് സ്തുതിയായിട്ടും വേണമെങ്കിൽ എടുക്കാന്ന്. ഇത്രയും അർത്ഥങ്ങളുണ്ട് അതിന്. ഏഷാം ശ്രിയാവലിപ്താനാം കൃഷ്ണേനാത്മായിതാത്മനാം ധുനുത ശ്രീമദസ്തംഭം പശൂന്നയത സംക്ഷയം. ഗോപന്മാര് ചെയ്ത അപരാധവും അത്ര ദേഷ്യമൊക്കെ ഉള്ളത് അങ്ങനെ വിവരിച്ചതിന് ശേഷം പിന്നെതാ ഇന്ദ്രൻ മേഘങ്ങളോട് അവരെ ദ്രോഹിക്കാൻ ആജ്ഞാപിക്കുകയാണ്. ഐശ്വര്യം അധികമുണ്ടെന്ന ഭാവനയാൽ അഹങ്കരിച്ചും ശ്രീകൃഷ്ണൻ തങ്ങളുടെ രക്ഷിതാവായിട്ട് ഉണ്ടെന്നുള്ള വിചാരത്താൽ ആർക്കും കീഴടങ്ങാതെ ഇരിക്കുന്ന ഈ ഗോപന്മാരുടെ ഐശ്വര്യ ഗർവത്തെ നിങ്ങൾ ഉടനെ നശിപ്പിക്കണം. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർക്കുള്ള ധനം
പശുക്കളാ അല്ലെ, അവയെ മുഴുവൻ നശിപ്പിക്കുകയും ചെന്നിട്ട് ആ പശുക്കളെ മുഴുവൻ പാലും തൈരും നെയ്യും വിറ്റ് കിട്ടുന്ന പണമൊക്കെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവയുടെ ഉൽപ്പത്തി സ്ഥാനമായ പശുക്കളെ മുഴുവൻ ആദ്യം കൊല്ലാം. ഈ പശുക്കളെ മുഴുവൻ ചെന്ന് നശിപ്പിക്കുകയും അവരെയൊക്കെ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.